2024 ഏറ്റവും ഒടുവിലത്തെ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തിങ്കളാഴ്ച നമ്മൾ ഒരുമിച്ച് ജീസസ് എവരിഡേ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കുന്നു. ഈ വർഷം മുഴുവനും ദൈവത്തിൻ്റെ വിശ്വസ്തകരം കൂടിയിരുന്നു. ഈ വർഷത്തിലെ എല്ലാ തിങ്കളാഴ്ചകളും നമുക്ക് അനുഗ്രഹമായിരുന്നു. ദൈവം നമ്മോട് കൂടിയിരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത്, ഇതൊരു മൾട്ടിമീറ്ററാണ്. ഇത് ഞാൻ 3 വർഷം മുമ്പ് ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. അങ്ങനെ ഇത് വന്ന അന്ന് മുതൽ ഇത് വർക്കാകുന്നില്ല. ഇത് തിരിച്ചു കൊടുക്കാമെന്ന് കരുതി 3000 രൂപ അന്നായി. തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ടൈമും കഴിഞ്ഞു പോയി. ഇതിങ്ങനെ എൻ്റെ അടുത്തിരുന്നു, ഇത് വർക്കാകുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച 3 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് എൻ്റെ ചർച്ചിലെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു യൗവനക്കാരൻ്റെ കയ്യിലോട്ട് ഇത് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വീട്ടിലെ പിള്ളേർക്ക് കളിക്കാൻ കൊടുത്തേക്കാൻ പറഞ്ഞു. കൊച്ചു പിള്ളേരാ, അവരെ കളിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുപോയി. ഇന്നത് എൻ്റെ കയ്യിൽ നന്നാക്കി കൊണ്ടുവന്നത്. അതായത് ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ നന്നാക്കാൻ കഴിയുന്നവൻ്റെ കയ്യിലോട്ട് കാര്യം കൊടുത്താൽ അത് ഭംഗിയായിട്ട് നന്നാക്കി തരും. ശരിയാക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ സാധനം കിട്ടിയാൽ അതൊരു അത്ഭുതമായിട്ട് മാറും. ഇതുപോലെ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞ വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ വിട്ട കേസുകളുണ്ട്. മാതാപിതാക്കൾ പോലും പിള്ളേരുടെ കാര്യത്തിൽ വിട്ടു. അതുപോലെ ഭർത്താവ് ഇനി ഒരിക്കലും മദ്യപാനത്തിൽ നിന്ന് തിരിച്ചു വരില്ല, അങ്ങനെ ഭാര്യ ഇട്ടേച്ചു പോയ കേസ്, ഭാര്യ ഒരിക്കലും നന്നാകത്തില്ല എന്ന് ഭർത്താവ് കൈവിട്ട കേസ്, മാതാപിതാക്കൾ ഒരിക്കലും ശരിയാകില്ലെന്ന് പറഞ്ഞ് കൈവിട്ട കേസ്, എല്ലാറ്റിനെയും നന്നാക്കാൻ അറിയാവുന്ന ഉണ്ടാക്കിയ ഉടമസ്ഥൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ മനോഹരമാക്കി, എന്തിനു വേണ്ടി നിർമ്മിച്ചോ ആ ഉദ്ദേശത്തിലേക്ക് അത് തിരിച്ചു വരും. ഈ മൾട്ടിമീറ്ററിൻ്റെ ഉദ്ദേശം കേടായ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ, അതിൻ്റെ കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിക്കലാണ്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റുകളുടെ എല്ലാം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഉദ്ദേശം അതാണ്. ഇന്ന് വരെയും ഇയാൾ പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് മുതലാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി ആരംഭിക്കുന്നത്. 3 വർഷം ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ കളഞ്ഞ കേസാണ്. എന്നാൽ ഇത് ശരിയാക്കാൻ അറിയാവുന്ന ആളുടെ കൈ കിട്ടിയപ്പോൾ ഇതൊരു വിലയേറിയ മൂല്യമുള്ള ഒന്നായി മാറി. ഇത് ഇനി വരാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ഇതുപോലെ ടൂൾസുകളൊക്കെ സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവറിനകത്ത് ഞാൻ ഇയാളെ സൂക്ഷിക്കും. ഇതുവരെ എങ്ങനെയായിരുന്നു അറിയാമോ? ഇതവിടെ വലിച്ചെറിഞ്ഞ് ആക്രി ലിസ്റ്റിനകത്ത് വലിച്ചെറിഞ്ഞിട്ട ഒന്നാണ്. ഇന്ന് മുതൽ ഈ പുള്ളിക്ക് ഒരു മാന്യതയുണ്ട്, ഇദ്ദേഹത്തിനൊരു പേരുണ്ട്, വിലയുണ്ട്, മൂല്യമുണ്ട്. ഇതെല്ലാം ഉണ്ടാകാൻ കാരണം ഇതിൻ്റെ പുറകിൽ ഇദ്ദേഹത്തെ നന്നാക്കിയെടുക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതം. പത്രോസിനെ നന്നാക്കാൻ അറിയാവുന്ന കർത്താവിൻ്റെ കയ്യിൽ കിട്ടി. അതുകൊണ്ട് ബറയോന ശിമോനെ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇന്ന് നീ ശിമോനാണ്, എന്നാൽ നീ കേഫ ആകും, ഉറപ്പാണ്. നീ പത്രോസ് ആകും, ഉറപ്പുള്ളവനാകും. നിന്റെ അവസ്ഥകൾ മാറും. പാപി എന്ന ലേബൽ നിന്നെ വിട്ട് മാറും. ഇന്ന് നീ എന്നെ നോക്കല്ലേ എന്ന് പറയുന്നെങ്കിൽ, എന്നെ വിട്ട് പോന്ന് പറയുന്നെങ്കിൽ, ഇനി മുതൽ ഞങ്ങളെ നോക്കൂ, എന്നെ നോക്കൂ എന്ന് പറയുന്ന അളവിലേക്ക് നീ മാനിക്കപ്പെടും. ഇതാണ് ക്രിസ്തീയ ജീവിതം. യേശുവിൻ്റെ കയ്യിൽ ഒരാളെ കിട്ടിയാൽ പണിതെടുത്തിരിക്കും. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നമ്മെ നന്നാക്കിയെടുക്കുന്ന, നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്ന, നമ്മെ പണിതെടുക്കുന്ന യേശുവിൻ്റെ കയ്യിൽ നമ്മെ കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവ
ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകിലവും നീക്കിടുന്നു, പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തരത്വം നമുക്കേകിയതാ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തരത്വം നമുക്കേകിയതാ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. ആഹാരപാനീയമേകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവാ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവാ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവായി. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവായി. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. 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 യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആരംഭിച്ചു. അതെങ്ങനെയാണ്? ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, മനുഷ്യരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് യേശു അടുത്തത് നോക്കുന്നത് സ്വർഗത്തിലേക്കാണ്. അതായത് മനുഷ്യരോട് പറഞ്ഞ് മനുഷ്യരോട് മാത്രം പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ഒതുങ്ങരുത്. എന്ത് സംസാരിച്ചാലും അതിനിടയിലൊന്ന് സ്വർഗത്തിലേക്ക് കൂടി നോക്കാൻ യേശു നമുക്കൊരു നല്ല മാതൃകയാണ്. യേശു എന്ത് സംസാരിച്ചാൽ ഉടനെ സ്വർഗവുമായിട്ടൊരു കണക്ഷനുണ്ട്. ലാസറിൻ്റെ കല്ലറക്കൽ നിൽക്കുമ്പോഴും യേശു സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ നീ എന്നെ അയച്ചെന്ന്
ഇവരെല്ലാം ഒന്ന് അറിയട്ടെ. യോഹന്നാൻ 11-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു ദിവസം അത് വായിച്ചതാണ്. അതിൻ്റെ 40 മുതലൊക്കെ വായിക്കുമ്പോൾ യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവൻ പുറത്തു വന്നു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് സംസാരിച്ച ശേഷം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ജീവൻ ഉണ്ടാകും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. സ്വർഗത്തിലോട്ട് നോക്കി സംസാരിക്കുക, പിതാവിൻ്റെ മുഖം കാണുക. അതായത് നിങ്ങളുടെ ദൂതന്മാർ പോലും എൻ്റെ പിതാവിൻ്റെ മുഖം കാണുന്നു എന്നാണ് യേശു പറഞ്ഞത്. അതായത് ഈ എളിയവരിൽ ഒരാൾക്ക് പോലും ഇടർച്ച വരുത്തരുത്. കാരണം അങ്ങനെ ഇടർച്ച വരുത്തിയാൽ ഇവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം കാണുന്നു, കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പിതാവ് കേൾക്കും, ഇടർച്ച വരുത്തുന്നവനെ കൈകാര്യം ചെയ്യും. അതിനേക്കാൾ നല്ലത് അവൻ്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി അവനെ കടലിൽ താത്തിക്കളയാൻ. ഒരിക്കലും അവൻ പൊങ്ങി വരാതെ. ഇതിലും ഭേദം അതാണ്. പിതാവ് അറിഞ്ഞാൽ വിഷയമാണ്. അതുകൊണ്ട് ഇവരുടെ ദൂതന്മാർ, അതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും ഓരോ ദൂതന്മാർ കുറഞ്ഞതുണ്ട്. ഈ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് യാക്കോബ് സ്വർഗത്തോളമുള്ള കോവേണിയിലൂടെ കണ്ടത്. ഇത് തന്നെയാണ് യേശു യോഹന്നാൻ 1:51 വാക്യത്തിൽ പറയുന്നത്. മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വലിയ കാഴ്ച നിങ്ങൾ കാണും. സ്വർഗത്തോളം എത്തിയ കോവേണി യാക്കോബ് കണ്ടത് യേശു കർത്താവാണ്. യേശുവിലൂടെ അല്ലാതെ സ്വർഗവുമായി കണക്ഷൻ ഇല്ല. ഭൂമിയിൽ അതിൻ്റെ കാൽപാദം ഇരിക്കുന്നു, അതിൻ്റെ തലഭാഗം സ്വർഗത്തിൽ. സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപിടവുമാണ്. യേശുവിലൂടെ അല്ലാതെ ഒരു ദൂതനും കയറുന്നില്ല, ഒരു ദൂതനും ഇറങ്ങുന്നില്ല. യേശുവാണ് സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ ഒന്നാക്കുന്നത്. സ്വർഗത്തിനുള്ള വില ഭൂമിയിലും കൊണ്ടുവന്നത് യേശുവാണ്. അതാണ് യേശു പ്രാർത്ഥനയിൽ പറഞ്ഞ, പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇപ്പോൾ പല പാലങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട്. ആ പാലം പണിയായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാനേ പറ്റുന്നില്ല. എങ്കിലും എല്ലാവർക്കും സന്തോഷമാണ്, പരാതിയില്ല. എന്താണ്? ആ പാലം വരുമ്പോൾ 2 ജില്ലകൾ തമ്മിൽ ഒന്നാകും. പ്രത്യേകിച്ച് അരൂര് നിന്ന് തുറവൂര് വരെ ഒരു പാലം 12-18 കിലോമീറ്റർ നീളത്തിൽ വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയും എറണാകുളവും തമ്മിൽ ഭയങ്കര ബന്ധമായി മാറി. എറണാകുളവും വല്ലാർപാടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 1-2 പാലങ്ങൾ ഒരിക്കൽ വന്നു. വല്ലാർപാടം എന്നൊക്കെ പറയുന്നത് വടക്കം പറവൂര്, ഞാൻ ആയിരുന്ന ആ ചെറായി, വടക്കം പറവൂർ, ആ ഏരിയയിലൊക്കെ ഞങ്ങളുടെ ഫാമിലികളൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ വല്ലാർപാടം ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നിറയെ ചെമ്മീൻ കെട്ട് പാടങ്ങളാണ്. ഒരു വിലയില്ല. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ 1 ഏക്കർ സ്ഥലത്തിന് 1000 രൂപയുള്ളൂ. ആരും എടുക്കാനില്ല. എന്നാൽ 2 പാലങ്ങൾ അവിടെ വന്നു. പാലങ്ങൾ വന്നതോടുകൂടി എറണാകുളത്തെ വിലയായി ആ പാലത്തിനപ്പുറവും. സ്വർഗത്തിലെ അതേ മൂല്യം ഭൂമിയിലും ഒരുപോലെ വരുന്നത് അങ്ങനെയാണ്. അപ്പം യേശു ഒരു കോവേണി പോലെ, ഒരു സ്റ്റെപ്പ് പോലെ വന്നതോടുകൂടി എല്ലാവർക്കും സ്വർഗത്തിലേക്കും പോകാം, സ്വർഗത്തിലുള്ളവർക്ക് ഭൂമിയിലേക്കും വരാം. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ എപ്പോഴും മേലോട്ട് നോക്കും. താൻ താഴെയാണെങ്കിലും തൻ്റെ ഹൃദയം എപ്പോഴും മുകളിലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കുക. യേശു എപ്പോഴും ഉയരത്തിലുള്ളതേ ചിന്തിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ
ലക്ഷ്യം ശക്തമായിരുന്നു. യേശുവിൻ്റെ ധൈര്യം ശക്തമായിരുന്നു. യേശുവിൻ്റെ ഓരോ കാര്യങ്ങൾക്കും വലിയ പ്രതീക്ഷകൾ യേശുവിനുണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. യേശു എങ്ങും പരാജയപ്പെട്ടില്ല. കാരണം ഉടനെ യേശു മേലോട്ട് നോക്കും. അതുപോലെ തന്നെ പുരുഷാരത്തെ പന്തിയായി ഇരുത്തിയിട്ട് ആ ബാലകന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും കയ്യിലെടുത്തിട്ട് യേശു മേലോട്ട് നോക്കി, വാഴ്ത്തി മുറുക്കി ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അപ്പം തുറക്കി. യേശു മേലോട്ട് നോക്കി നന്ദി പറഞ്ഞ് ചില വാക്കുകൾ പറഞ്ഞിട്ട് ലാസറയെ പുറത്തു വന്ന് പറഞ്ഞു. ഇതാ ശിഷ്യന്മാരോട് സംസാരിച്ച് വലിയ മരണാനന്തര ജീവിതം, അല്ലെങ്കിൽ അതിനുശേഷം എൻ്റെ മരണത്തിന് ശേഷം, എൻ്റെ അടക്കത്തിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്നുള്ള വലിയ വലിയ സന്ദേശങ്ങൾ കൈമാറിയ ശേഷം യേശു മുകളിലോട്ട് നോക്കി. അപ്പം ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും ഓരോ പ്രത്യേക ഘട്ടങ്ങളിലും മുകളിലോട്ട് നോക്കാൻ മറന്നു പോകുന്നവർ പരാജയപ്പെടും. നമ്മെ എപ്പോഴും താഴോട്ട് മാത്രം നോക്കിപ്പിക്കുന്ന, ഭൂമിയിലുള്ളത് മാത്രം ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥ പിശാചിൻ്റെ കയ്യിലുണ്ട്. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെ വിടുക, പിതൃദേശത്തെ വിടുക, സ്വന്തം ജനത്തെ വിടുക. അത് ഈ ചിന്തയിൽ നിന്ന് നീ പുറത്തു വരിക. എന്നിട്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കുക. എന്താണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എനിക്ക് നിന്നെ ഉയർത്തണം. ലോത്ത് നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു, താഴെയുള്ളത്. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ തല പൊക്കി 4 ദിക്കിലേക്ക് നോക്കുക, നീ ഉയരങ്ങളിലേക്ക് നോക്കുക. അബ്രഹാം നോക്കിയ ആ സ്ഥലം ഒരു വലിയ കുന്നാണ്. അവിടെ നിന്ന് നോക്കിയാൽ പല രാജ്യങ്ങൾ കാണാം. സൗദി അറേബ്യ, പാലസ്തീൻ പ്രദേശങ്ങൾ, ആ ചാവുകടലിൻ്റെ ഏരിയ, പിന്നെ കനാൻ മുഴുവൻ അവിടെ നിന്നാൽ കാണാം. മറ്റ് പല സ്ഥലങ്ങളും കാണാം. ആ ബോർഡറുകളെല്ലാം പല രാജ്യങ്ങളിലെ ബോർഡറുകൾ കാണാം. അവിടെ നിന്നിട്ടാണ് തല പൊക്കി നോക്കാൻ പറഞ്ഞത്. ഒരു നീരോട്ടമുള്ള സ്ഥലമല്ല, നീരോട്ടങ്ങളുടെ ഒരു വലിയ ഒരു 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 കവിഞ്ഞൊഴുക്ക് തന്നെയാണ് ആ സ്ഥലങ്ങളിൽ. ഈ കാണുന്ന സ്ഥലമെല്ലാം നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. തല പൊക്കി നോക്കുക, തല ഉയർത്തി നോക്കുക. യേശു തല ഉയർത്തി നോക്കിയത് ഭൂമിയിലല്ല, ഉയരങ്ങളിലാണ്. അതുകൊണ്ട് എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്ത് യേശുവിനെ ഏറ്റവും ഉയരങ്ങളിലിരുത്തി. നാം ഉയരങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോയാൽ സ്വർഗസ്ഥനായ പിതാവിൽ കേന്ദ്രീകരിക്കുന്ന, ദൈവത്തിൽ കേന്ദ്രീകരിക്കുന്ന ചിന്തകൾ കൊണ്ട് നിറഞ്ഞ വ്യക്തികൾ ഒരു നാളും ലജ്ജിക്കാൻ അവൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരും. അപ്പം എൻ്റെ കാല് വഴുതാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല. എൻ്റെ ദൈവം സമ്മതിക്കില്ല. 121 സങ്കീർത്തനം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. കാരണം എന്താണ് അങ്ങനെ അവിടെ പറയുന്നത്? അന്നത്തെ കാലത്ത് ദൈവം പ്രത്യക്ഷമായിരുന്നത് പർവ്വതങ്ങളിലായിരുന്നു. മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു. യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. ഏലിയാവ് എല്ലാവരെയും ഒരു മലയിൽ കൂട്ടി വരുത്തി. അവിടെ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടു. അപ്പോൾ മലയിലേക്കെന്ന് പറയുമ്പോൾ, പർവ്വതങ്ങളിലേക്കെന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യക്ഷമാകുന്ന ഇടമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയണം, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? അതിൻ്റെ മറുപടി അദ്ദേഹം തന്നെ പറയുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. എൻ്റെ സഹായം ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാക്കാൻ കഴിയുമോ ആ കഴിയുന്നവനിൽ നിന്ന് വരും, ഉണ്ടാക്കി തരും. അതായത് ഒരിക്കലും ലഭിക്കാത്തതിനെ ഉണ്ടാക്കി തരും. അതാണ് എൻ്റെ സഹായം, ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന്. അതായത് ആർക്കും ഇല്ലാത്ത സഹായം
എനിക്കെൻ്റെ ദൈവം ഉണ്ടാക്കി തരും. എനിക്കൊരു പുതിയ ഹൃദയമുണ്ടാക്കി തരും. മക്കളില്ലാത്ത ചിലർക്ക് പുതിയ ഗർഭപാത്രം ഉണ്ടാക്കി തരും. കാഴ്ചയില്ലാത്തവർക്ക് പുതിയ കണ്ണുകൾ ഉണ്ടാക്കി തരും. നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ തേച്ച് നീ ശീലോഹം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞപ്പോൾ അവൻ കഴുകി കാഴ്ചയുള്ളവനായി വന്നതാണ് യോഹന്നാൻ 9 കാണുന്നത്. പുതിയത് ഉണ്ടാക്കി തരുന്ന ഒരുവൻ, പുതിയ കിഡ്നികളെ ഉണ്ടാക്കി തരുന്ന ഒരുവൻ, പുതിയ അവയവങ്ങളെ ഉണ്ടാക്കി തരുന്ന ഒരുവൻ. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ. വരുന്ന പുതിയ വർഷം ദൈവം നിനക്ക് പുതിയ ചില കാര്യങ്ങളെ ഉണ്ടാക്കി തരും. നിന്റെ കണ്ണുകൾ എപ്പോഴും ഉയരങ്ങളിലാണെങ്കിൽ, പർവ്വതങ്ങളിലാണെങ്കിൽ, ഉണ്ടാക്കി തരുന്ന കർത്താവിൽ തങ്കിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്നവൻ കാണിക്കും. തൻ്റെ ബലമൊന്ന് വെളിപ്പെടുത്തും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കണ്ണ് ഭൂമി മുഴുവനും പരുതുകയാണ്. എൻ്റെ ബലമൊന്ന് കാണിക്കാൻ പറ്റിയ, എൻ്റെ അത്ഭുതങ്ങളെ കാണിക്കാൻ പറ്റിയ ഒരാളുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അടുത്തത്, നിന്റെ കാൽ വഴുതുവാൻ, 121 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം. നിന്റെ കാല് വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. നീ തെന്നി വീഴില്ല. നീ നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കും. നിന്നെ തള്ളിയിടാനോ നിന്നെ വഴുതി വീഴ്ത്താനോ നിന്നെ മറിച്ചിടാനോ നിന്നെ നിലംപരിചയാക്കാനോ അവൻ സമ്മതിക്കില്ല. നിന്നെ തെന്നുമാറാക്കുന്ന, നിന്നെ മറിച്ചിടാൻ നോക്കുന്ന വഴുവഴുപ്പുകളും പായലുകളും ചെളികളും ചതുപ്പു നിലങ്ങളും ഈ ഭൂമിയിലുണ്ട്. പിശാച് പലതും നിനക്കെതിരെ ഒരുക്കും. എന്നാൽ നിന്റെ കാല് വഴുതാൻ നിന്റെ കർത്താവ് ഒരു നാളും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഈ വർഷത്തിൻ്റെ ഒടുവിൽ നമ്മൾ ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച് നന്ദിയുള്ളവരായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. നിന്റെ കാല് വഴുതാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ഉറപ്പ് പറയാം, 2025 ഒരു ചുവട് പോലും പിഴയ്ക്കാതെ അത്ഭുതകരമായി കർത്താവ് നടത്തും. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുന്നു. നാം ഉറങ്ങിപ്പോയി, ആത്മീയ ജീവിതത്തിൽ ഉറങ്ങിപ്പോയി. ഞാൻ പലവട്ടം ആത്മീക ജീവിതത്തിൽ ഉറങ്ങിപ്പോയ ആളാണ്. ഈ വർഷം പോലും പ്രാർത്ഥനയിൽ വേണ്ട രീതിയിൽ ഉണർന്നില്ല, വിശ്വാസത്തിൽ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ ഈ വർഷത്തിൻ്റെ ഒടുവിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്. കാരണം കർത്താവ് കരുണയുള്ളവനാണ്. അവൻ മടക്കി വരുത്തുന്ന ദൈവമാണ്. അവൻ കരുണയുള്ള, മനസ്സലിവുള്ള, നല്ല സ്വർഗസ്ഥനായ പിതാവ്. കർത്താവിൽ നമുക്ക് അടിയുറച്ച് ആശ്രയിക്കാം, ഒരുമിച്ച് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഞങ്ങൾക്ക് തന്ന ഈ വർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങൾക്കായി നന്ദി. അവിടുത്തെ സ്നേഹവും കരുണയും കരുതലും പരിപാലനവും പരിലാളനവും ഞങ്ങൾക്ക് ലഭിച്ചതിനായി നന്ദി. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ. അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, നിത്യപിതാവേ, സമാധാന പ്രഭുവേ, അങ്ങയുടെ കൈകളിലേക്ക് ഈ മക്കളെ ഏൽപ്പിക്കുന്നു. ഒരാൾ പോലും വഴുതി വീഴാൻ അനുവദിക്കാതെ പുതിയ വർഷത്തിൽ ഉറച്ചു നിന്ന് തങ്ങളെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അത്ഭുതങ്ങൾ കാണട്ടെ. പുതിയ വർഷത്തിനായി ഇവരെ സമർപ്പിക്കും. അത്ഭുതങ്ങൾക്കായി ഇവരെ സമർപ്പിക്കും. ഇവരുടെ വിലാപങ്ങൾ നൃത്തമാക്കി മാറ്റണം. എല്ലാ സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവിൻ്റെ കൈകളിൽ ഇവരെ ഏൽപ്പിക്കുന്നു. സൗഖ്യവും വിടുതലും ഉയർച്ചകളും സ്വസ്ഥതയോ സമാധാനവും ഇവർ പ്രാപിക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. വിശ്വസിക്കുക, കർത്താവ് നമ്മെ ഒരു നാളും കൈവിടില്ല. നമ്മുടെ വിലാപങ്ങളെല്ലാം കർത്താവ് നൃത്തമാക്കി മാറ്റും. നാളെ ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ്. ഒരുമിച്ച് ഓരോ പ്രഭാതത്തിലും യേശുവിൻ്റെ സന്നിധിയിൽ കൂടാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.